ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടാൻ പോവാണ്. ഇതൊരു സിമ്പിൾ സ്നാക്സാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്ന വിചാരിക്കണേ. ഇതിൻ്റെ പേര് മഖാന എന്നാണ്. ഇത് ലോട്ടസ് സീഡാണ്, അത് പൊട്ടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ നെയ്യ് ഒഴിക്കണം. ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ കിട്ടും, എല്ലാ മോളുകളിലെല്ലാം ഉണ്ട്. ഇത് പണ്ടൊന്നും ഇത് അറിയില്ലായിരുന്നു, നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് ആരും വാങ്ങിക്കാറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ ഫൈബർ ഉള്ളതാണ്, അതുകൊണ്ട് ഡൈജഷനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യും, ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യും. പിന്നെ അതുകൊണ്ട് കുറേ ഫൈബർ ഉണ്ട് ഇതിൽ, വെയിറ്റ് ലോസിന് നല്ലതാണ്. പിന്നെ കാൽസ്യം ഒക്കെ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ജോയിൻറ്റ് പെയിൻ, ആർത്രൈറ്റിസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ ഫുഡാണെന്ന് പറയാൻ പറ്റുന്നത്. ഇതിൽ പിന്നെ ഫൈബർ, പ്രോട്ടീൻ, കാൽസ്യം, പിന്നെ ന്യൂട്രിയൻസ്, കുറേ ന്യൂട്രിയൻസ് ഉണ്ട്. മാഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. ഇത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ചെറിയ ചൂടോടെ ഇങ്ങനെ ഗ്യാസ് വളരെ ചെറുതാക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നെയ്യൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ചത് അത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒഴിക്കണമെങ്കിൽ, നെയ്യ് ഒഴിക്കണമെങ്കിൽ ഓയിലായാലും കുറച്ച് ഒഴിച്ചാൽ മതി. അത് ഓയിലും വേണ്ടെങ്കിൽ ഡ്രൈ റോസ്റ്റ് ആയാലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നുള്ളു ഒരു തരി ഉപ്പിടുന്നുണ്ട്. അതും ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. പിന്നെ വല്ല പേഷ്യൻ്റ്, വല്ല രോഗികളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ തീരെ ഉപ്പും ഒന്നും ഇടാണ്ട് ഉണ്ടാക്കാം. ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു കളറിന്. പിന്നെ മഞ്ഞൾ എപ്പോഴും നല്ലതാണല്ലോ, അത് ഇടുന്നുണ്ട്. അത് ലൈറ്റായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ച് മാറും, ലൈറ്റ് ബ്രൗൺ ആവും. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ കളറും ഉണ്ടാവും. ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ അറിയാം ഇങ്ങനെ എടുത്തിട്ട് ആയോന്ന്. അപ്പോൾ ഇതായിട്ടില്ല, അപ്പോൾ കുറച്ച് നേരം കൂടി ആക്കേണ്ട വരും. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു നുള്ള് കസൂരി മേത്തി ഇട്ട് കൊടുക്കേണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതും ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ചിലർക്ക് ജീരകത്തിൻ്റെ പൊടി ഇടണമെങ്കിൽ ജീരകം ഇടാം. അതോ കറിവേപ്പിലയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്നാക്കും അത്. ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കാം, നല്ല എളുപ്പത്തിലുണ്ടാക്കാം. ഞാനിത് ഓഫ് ചെയ്തു. ഇത് നല്ലോണം ഇപ്പോൾ പൊട്ടുന്നുണ്ടായിരിക്കും, അങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി തയ്യാറായിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി മൊരിയണമെങ്കിൽ മൊരിഞ്ഞോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കിയിട്ട് കഴിച്ച് നോക്ക്. എന്നിട്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.